മഴക്കാലം വയനാടിന് മീൻപിടുത്തങ്ങളുടെ കാലം കൂടിയാണ്. കാട്ടാറുകളുടെയും പുഴകളുടെയും കരയിൽ അതൊരു നിത്യസംഭവമാണ്. കബനി നദി ഒഴുകിയിരുന്ന കരകളിലെല്ലാം ആളുകൾ ഇപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത് കാണാം. വയനാടൻ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ചുരം കയറി യാത്ര പോകാം. ബാ, എന്റെ കൂടെ പോയി. മഴ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും മഴ മാത്രമല്ല വയനാടിന്. മഴപ്പെയ്ത്തുകളിൽ കാണുന്ന നിത്യകാഴ്ചകളിൽ ഒന്നാണിത്. മണ്ണ് നിറഞ്ഞ്, കുളം നിറഞ്ഞ്, പുഴ നിറഞ്ഞ്, കാട്ടാറുകൾ ആർത്തലച്ചൊഴുകുന്ന മഴ. വയനാടിന്റെ മഴ അങ്ങനെയൊക്കെയാണ്. കണ്ണും കരളും ഒരുപോലെ കുളിരുന്ന വയനാടൻ മഴ. കുടചൂടിയും മഴക്കോട്ടുകളിട്ടും മഴ നനഞ്ഞും മീൻ പിടിക്കുന്നവർ, അവർക്കിതൊരു ഹരമാണ്. പണ്ട് മഴ കൊള്ളാതിരിക്കാൻ ഓലക്കുടകളും താളുകളും ഉപയോഗിച്ചിരുന്നിടത്ത് കുടകളും കോട്ടുകളുമായി. മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന നാടൻ ചൂണ്ടകളുടെ സ്ഥാനത്ത് പുതിയ സാങ്കേതിക വിദ്യകളും കടന്നു വരികയാണ്. മഴപ്പെയ്ത്തിനിടയിൽ കുളിരിനെ വകഞ്ഞുമാറ്റി ഓളപ്പരപ്പുകളിൽ മീനുകളുടെ ഇളക്കവും ചൂണ്ടകളിൽ കുരുങ്ങുന്ന മീനുകളുടെ പിടച്ചിലും ലക്ഷ്യമിട്ടിരിക്കും. രാവിലെ 6-7 മണി മുതൽ തുടങ്ങും. എപ്പോഴാ വന്നത് ഇവിടേക്ക്? രാവിലെ 6 മണി. ജോലിയാണോ ഇത്? അല്ലല്ല, നമ്മൾ ലീവ് കിട്ടുമ്പോൾ മാത്രമേ വരുള്ളൂ. വെള്ളം കൂടുതലാണെങ്കിൽ വരില്ല, പിന്നെ കുറവാണെങ്കിൽ മാത്രമേ വരുള്ളൂ. കുറേ മീൻ കിട്ടിയോ? ഓ, കുറേ കിട്ടി. ഇന്നലെ കിട്ടി. ഇന്ന് പിന്നെ കുറച്ചേ കിട്ടുള്ളൂ. എന്താ കാലാവസ്ഥ മാറി? കാലാവസ്ഥ വെള്ളം കൂടുതലായിക്കൊണ്ട് പിന്നെ കിട്ടൂല, അടി കൊടുക്കാറില്ല. ഇരകളിട്ട് മീൻ പിടിക്കുന്ന പഴയ തലമുറ. എന്നാൽ പല്ലറ്റും പിണ്ണാക്കും ചേർന്ന മിശ്രിതം കുഴച്ചുരുട്ടി ചൂണ്ടയിൽ ഘടിപ്പിച്ച് വെള്ളത്തിലേക്കിടുന്ന പുതിയ തലമുറ. വയനാടിൽ നിന്നും പോയവർ പോലും മഴക്കാലം തിരിച്ചുവരും. വയലുകളിലും പുഴക്കരകളിലും ആർത്തുല്ലസിച്ച് വലകളും ചൂണ്ടകളുമായി മഴക്കാല വിനോദങ്ങളിൽ മുഴുകും. മഴക്കാലമായാൽ വയനാട്ടിലെ പുഴകൾക്കരികിലെ നിത്യകാഴ്ചയാണിത്. കുട്ടികളായും കുടുംബങ്ങളായും ചെറുപ്പക്കാരായാലുമെല്ലാം ഈ പുഴക്കരകളിലെത്തി മീൻപിടുത്തത്തിൽ ഏർപ്പെടും. കബനി നദിക്കരയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.